ഇതെന്താ സംഭവം എന്നറിയോ? ഇതിന്റെ പേര് ചൗ എന്നാണ് ട്ടാ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ജെമിനിക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് ജെമിനി എന്ന് പറഞ്ഞത് ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടാ. അപ്പോൾ എന്തായാലും ഇത്തവണ കളയില്ല, അത് വെക്കാന്ന് കരുതി പരിപ്പിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മാങ്ങയൊക്കെ മുറിക്കുന്ന പോലെ തന്നെയാണ് ട്ടോ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വിത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുണ്ടാ. ചർമ്മത്തിലെ ചുളികളൊക്കെ മാറ്റാൻ നല്ലതാണ് ട്ടോ. വിറ്റാമിൻ സിന്റെ ആന്റി ഓക്സിഡന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ദഹനം സുഗമമാക്കും. കുറഞ്ഞ കലോറിയും ധാരാളം നാരുകളും ഉള്ളത് കൊണ്ട് വണ്ണം കുറയ്ക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വരുന്നതും തടയാൻ സഹായിക്കുന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നല്ല സാധനം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വെക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യമായിട്ട് കട്ടിയത് കൊണ്ട് തന്നെ തൊണ്ട് കളയുന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ വീണ്ടും അതിൻ്റെ തൊണ്ടൊക്കെ ഒന്നുകൂടി കളഞ്ഞിട്ട് പരിപ്പിലെ എല്ലാ സാധനങ്ങളും ഇട്ട് സാധാരണ നമ്മൾ വെക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ. ടേസ്റ്റ് വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ തോരൻ വെക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ചൊരക്കയും കുമ്പളങ്ങയൊക്കെ വെച്ച പോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്ന് ഈ കറി കേട്ടോ വയ്ക്കുന്നത്. കൂടെ വഴുതിങ്ങ വറുക്കാമെന്ന് കരുതിയിട്ട് അത് നേരത്തെ കാണിച്ച് നാടൻ വഴുതിങ്ങയിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വറുത്തിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ മീൻ പൊരിച്ചതോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ കറി പോകുള്ളൂ കേട്ടോ. ഇക്ക പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കും. നല്ല സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല, അതന്നെ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ കഴിക്കുക, ഞാനും മക്കളൊക്കെ. പക്ഷേ ഇക്ക അങ്ങനെയല്ല കേട്ടോ. എത്ര വിറ്റാമിൻ ഉണ്ടോ അത് നോക്കിയിട്ടാണ് കഴിക്കുക, ടേസ്റ്റ് ഒന്നും അവിടെ നോക്കില്ല കേട്ടോ. അപ്പോഴത്തേ എല്ലാ പണിയും കഴിയുമ്പോഴേക്കും വീട്ടിൽ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുക്കളയൊക്കെ നല്ല ഇരുട്ടായി തുടങ്ങി.